get back. ഫ്രേസൽ വെർബ് get back. ഫ്രേസൽ വെർബ് get back എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗെറ്റ് ബാക്കിൻ്റെ ഒന്നാമത്തെ മീനിങ് റിട്ടേൺ എന്നാണ്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, വെൻ ഡിഡ് ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചെത്തിയത്? വെൻ ഡിഡ് ഹി ഗെറ്റ് ബാക്ക്? വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ച് എത്തുന്നത്? ഇത് പ്രസൻറ്റ് ടെൻസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? അപ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ഫ്യൂച്ചറിലെ ഒരു ആശയവുമുണ്ട്. വെൻ ഡസ് ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? നെക്സ്റ്റ്, വെൻ വിൽ ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? ഇത് ഫ്യൂച്ചർ ടെൻസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെൻ വിൽ ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് ടൈമിനെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. വെൻ വിൽ ഹി ഗെറ്റ് ബാക്ക്? അവൻ എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? നെക്സ്റ്റ്, ഹീ ഗോട്ട് ബാക്ക് ലാസ്റ്റ് നൈറ്റ്? അവൻ ലാസ്റ്റ് നൈറ്റിൽ തിരിച്ചെത്തി. ഹീ ഗോട്ട് ബാക്ക് ലാസ്റ്റ് നൈറ്റ്. നെക്സ്റ്റ്, ഹി ഹാസിൻ ഗോട്ടൺ ബാക്ക് യെറ്റ്? അവൻ ഇതുവരെയായിട്ടും തിരിച്ച് എത്തിയിട്ടില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഹി ഹാസിൻ ഗോട്ടൺ ബാക്ക് യെറ്റ്. അപ്പോൾ തന്നെ ഇവിടെ ഗാട്ടൺ എന്ന് പറയുന്നത് ഗോട്ട് തന്നെയാണ്. അതായത് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഫോമിനെ ഗാട്ടൺ എന്നാണ് പറയുന്നത്. നമ്മൾ ഗോട്ടനെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് നമുക്ക് ഗോട്ടനെ അറിയത്തുള്ളൂ. ഹി ഹാസിൻ ഗോട്ടൺ ബാക്ക് യെറ്റ്? അവൻ ഇതുവരെയായിട്ടും തിരിച്ച് എത്തിയിട്ടില്ല. നെക്സ്റ്റ്, ഐ ടാക്ക് ടു യു വെൻ ഐ ഗെറ്റ് ബാക്ക്? ഞാൻ തിരിച്ചെത്തുമ്പോൾ താങ്കളോട് സംസാരിക്കാം. ഐ ടാക്ക് ടു യു വെൻ ഐ ഗെറ്റ് ബാക്ക്. നെക്സ്റ്റ്, ഡിഡ് യു ഗെറ്റ് യുവർ മണി ബാക്ക്? നിങ്ങളുടെ പണം തിരികെ ലഭിച്ചോ? ഇവിടെ ഗെറ്റ് ബാക്കിനെ യുവർ മണി എന്നുള്ള ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിഡ് യു ഗെറ്റ് യുവർ മണി ബാക്ക്? യെസ് ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. അത് എനിക്ക് തിരികെ ലഭിച്ചു. യെസ് ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. ഇവിടെ ഇറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പൈസയാണ്. യെസ് ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. അത് എനിക്ക് തിരികെ ലഭിച്ചു. നെക്സ്റ്റ്, ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 1 വീക്ക് ഫോർ ഹിം ടു ഗെറ്റ് ഇറ്റ് ബാക്ക്? അത് തിരികെ ലഭിക്കുവാനായിട്ട്, പണം തിരികെ ലഭിക്കുവാനായിട്ട് ഓൾമോസ്റ്റ് ഒരാഴ്ചയെടുത്തു. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 1 വീക്ക് ഫോർ ഹിം ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. നെക്സ്റ്റ്, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ വെൻ യു ഇൻവെസ്റ്റ് ഇൻ സം മാർക്കറ്റ്സ്? ചില മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് യുവർ മണി ബാക്ക്? നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കത്തേയില്ല. യു വിൽ നെവർ ഗെറ്റ് യുവർ മണി ബാക്ക്. നെക്സ്റ്റ്, ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ? അവർ ഒരുമിക്കുകയാണ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ ആശയം എന്തുമാകാം. ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതാകാം, അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം കുറച്ച് പേര് ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ഒരുമിച്ച് കൂടുന്നതിനെ പറ്റി പറയുന്നതാകാം. ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ? അവർ ഒരുമിക്കുകയാണ്, ഒരുമിച്ച് കൂടുകയാണ്. നെക്സ്റ്റ്, ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ ഫോർ എ പെർഫോമൻസ്? അവരൊരു പെർഫോമൻസിനായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടുഗദർ ഫോർ എ പെർഫോമൻസ്. നെക്സ്റ്റ്, ഡു യു തിങ്ക് ദേ വിൽ ഗെറ്റ് ബാക്ക് ടുഗദർ? അവർ ഒരുമിക്കുമോ? ഇവിടെ ചോദിക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ഡു യു തിങ്ക് ദേ വിൽ ഗെറ്റ് ബാക്ക് ടുഗദർ? നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ? ഞാൻ താങ്കളെ പിന്നീട് കോൺടാക്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഫോൺ സംഭാഷണങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ? ഞാൻ താങ്കളെ പിന്നീട് കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു? ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു? ഞാൻ നോക്കിയിട്ട് താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. നെക്സ്റ്റ്, ഐ ആം ബിസി അറ്റ് ദ മൊമെൻറ്റ്? ഞാനിപ്പോൾ ബിസിയാണ്. ലീവ് എ മെസ്സേജ്? ഒരു മെസ്സേജ് അയക്കൂ. ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു? ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ദ ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസുമായിട്ട് ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ദ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, ലെറ്റ് മീ ചെക്ക് മൈ സ്കെഡ്യൂൾ ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു? ഞാൻ എൻ്റെ സ്കെഡ്യൂൾ നോക്കട്ടെ, എന്നിട്ട് ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ലെറ്റ് മീ ചെക്ക് മൈ സ്കെഡ്യൂൾ ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഇഫ് ഐ നീഡ് അസിസ്റ്റൻസ്? എനിക്ക് അസിസ്റ്റൻസിന് ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഇഫ് ഐ നീഡ് അസിസ്റ്റൻസ്. നെക്സ്റ്റ്,
ഐ ഹാവ് എ മീറ്റിംഗ് നൗ, എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. ബട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ആസ് സൂൺ ആസ് ഇറ്റ്സ് ഡൺ, പക്ഷേ അത് തീർന്ന ഉടനെ തന്നെ താങ്കളെ ഞാൻ കോൺടാക്ട് ചെയ്യാം. ബട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ആസ് സൂൺ ആസ് ഇറ്റ്സ് ഡൺ. നെക്സ്റ്റ്, ഐ ഡോണ്ട് ഹാവ് ദ ഫിഗേഴ്സ് വിത്ത് മീ അറ്റ് ദ മൊമെൻറ്റ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഫിഗേഴ്സ് ഇല്ല. ക്യാൻ ഐ ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ, ഞാൻ താങ്കളെ നാളെ കോൺടാക്റ്റ് ചെയ്യട്ടെ. ക്യാൻ ഐ ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ. നെക്സ്റ്റ്, താങ്ക്സ് ഫോർ ഗെറ്റിംഗ് ബാക്ക് ടു മീ, എന്നെ കോൺടാക്റ്റ് ചെയ്തതിന് നന്ദി. താങ്ക്സ് ഫോർ ഗെറ്റിംഗ് ബാക്ക് ടു മീ. നെക്സ്റ്റ്, ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്, അവൾക്ക് തിരിച്ച് ടീച്ചിങ്ങിലോട്ട് തന്നെ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, താല്പര്യമുണ്ട്. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്. അപ്പോൾ തന്നെ ഇവിടെ ഗെറ്റ് ബാക്കിന് ശേഷം പ്രിപ്പോസിഷൻ ഇൻ ടു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുമൊന്ന് ശ്രദ്ധിക്കുക. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്, അവൾക്ക് തിരിച്ച് ടീച്ചിങ്ങിലോട്ട് തന്നെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ടീച്ചിങ്. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്, അവൾക്ക് ടീച്ചിങ്ങിലോട്ട് തന്നെ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹമാണ്. ഷീ വാണ്ട്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്. നെക്സ്റ്റ്, ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ടീച്ചിങ്, ടീച്ചിങ്ങിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ടീച്ചിങ്. നെക്സ്റ്റ്, ഐ സ്റ്റോപ്പ് അറ്റ് പ്ലേയിങ് ഗിറ്റാർ, ഞാൻ ഗിറ്റാർ വായിക്കുന്നത് നിർത്തിയിരുന്നു. ബട്ട് നൗ, പക്ഷേ ഇപ്പോൾ ഐ ആം ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഇറ്റ്, ഞാൻ അതിലോട്ട് തിരിച്ചു പോവുകയാണ്. ഐ ആം ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഇറ്റ്. നെക്സ്റ്റ്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ബാക്ക് ഇൻ ടു പ്രാക്ടീസിങ് ദ ഗിറ്റാർ, ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യുവാനായിട്ടുള്ള സമയമാണിത്. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ബാക്ക് ഇൻ ടു പ്രാക്ടീസിങ് ദ ഗിറ്റാർ. നെക്സ്റ്റ്, ഇഫ് യു ഫാൾ ഓഫ് എ ഹോഴ്സ്, നിങ്ങളൊരു ഹോഴ്സിൻ്റെ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ യു ഷുഡ് ഗെറ്റ് ബാക്ക് ഓൺ ടു ഇറ്റ്, നിങ്ങൾ അതിൽ തിരിച്ചു കയറണം. യു ഷുഡ് ഗെറ്റ് ബാക്ക് ഓൺ ടു ഇറ്റ്. ഓൺ ടു ഇറ്റ് എന്നും പറയാം, ഓൺ ഇറ്റ് എന്നും പറയാം. യു ഷുഡ് ഗെറ്റ് ബാക്ക് ഓൺ ടു ഇറ്റ്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം, ഞാൻ അവനോട് പകരം വീട്ടുവാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗെറ്റ് ബാക്ക് അറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് ബാക്കിന് ശേഷം പ്രിപ്പോസിഷൻ അറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ പകരം വീട്ടുക, റിവെഞ്ച് എടുക്കുക എന്നാണ് അതിൻ്റെ ആശയം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം, ഞാൻ അവനോട് പകരം വീട്ടുവാനായിട്ട് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹിം. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു, ഞാൻ നിന്നോട് പകരം വീട്ടും, നിന്നോട് റിവെഞ്ച് എടുക്കും. ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗെറ്റ് ബാക്കിന് ശേഷം പ്രിപ്പോസിഷൻ ടു ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സെൻറ്റൻസ് ആണ്. ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു ഫോർ ദാറ്റ് ജോക്ക് യു പ്ലേഡ് ഓൺ മീ, നീ എന്നെ ആ കളിയാക്കിയതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ഐ വിൽ ഗെറ്റ് ബാക്ക് അറ്റ് യു ഫോർ ദാറ്റ് ജോക്ക് യു പ്ലേഡ് ഓൺ മീ. നെക്സ്റ്റ്, ഐ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ബാക്ക് അറ്റ് ഹിം, അവനോട് പകരം വീട്ടുവാനായിട്ട് ഞാനൊരു വഴി കണ്ടെത്തും. ഐ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ബാക്ക് അറ്റ് ഹിം. നെക്സ്റ്റ്, ഐ തിങ്ക് ഹി ഈസ് ട്രൈങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹെർ, അവൻ അവളോട് പകരം വീട്ടുവാനായിട്ട് റിവെഞ്ച് എടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഹി ഈസ് ട്രൈങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹെർ. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹെർ ഫോർ വാട്ട് ഷീ സെഡ്, അവൾ നിന്നോട് അത് പറഞ്ഞതിന് നീ അവളോട് പകരം വീട്ടുവാനായിട്ട് പോവുകയാണോ? ആർ യു ഗോയിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഹെർ ഫോർ വാട്ട് ഷീ സെഡ്. നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് യു ബാക്ക് ഫോർ ദിസ്, ജസ്റ്റ് യു വെയിറ്റ്, ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് യു വെയിറ്റ്. ഇതും റിവെഞ്ചിൻ്റെ ആശയത്തിൽ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ ഗെറ്റ് ബാക്ക് അറ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഫോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ ഗെറ്റ് യു ബാക്ക് ഫോർ ദിസ്, ജസ്റ്റ് യു വെയിറ്റ്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു ഗെറ്റ് യു ബാക്ക് ഫോർ ദിസ്, ഇതിന് ഞാൻ നിന്നോട് പകരം വീട്ടുവാൻ പോവുകയാണ്. ഇതും റിവെഞ്ചിൻ്റെ ആ ഒരു ആശയത്തിൽ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് യു ബാക്ക് ഫോർ ദിസ്. നെക്സ്റ്റ്, ഇനി ചില സമയത്ത് നമ്മൾ
പുറകിലോട്ട് മാറൂ, പുറകിലോട്ട് നീങ്ങൂ എന്ന് പറയുവാനായിട്ട് ഗെറ്റ് ബാക്ക് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇത് വളരെ കോമൺ ആണ്. ഗെറ്റ് ബാക്ക്, പുറകിലോട്ട് മാറൂ, നീങ്ങൂ. ഗെറ്റ് ബാക്ക്. ദ പോലീസ് ടോൾഡ് ദ ക്രൗഡ് ടു ഗെറ്റ് ബാക്ക്. പോലീസ് ക്രൗഡിനോട് പുറകിലോട്ട് മാറുവാനായിട്ട് പറഞ്ഞു. ദ പോലീസ് ടോൾഡ് ദ ക്രൗഡ് ടു ഗെറ്റ് ബാക്ക്. ഇനി കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഓഫീസ് ബൈ 1 o'clock. 1 മണിക്ക് മുമ്പായിട്ട് എനിക്ക് ഓഫീസിൽ തിരിച്ചെത്തണം. ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഓഫീസ് ബൈ 1 o'clock. നെക്സ്റ്റ്, വെൻ വിൽ യു ഗെറ്റ് ബാക്ക് ഫ്രം യുവർ വെക്കേഷൻ? നിൻ്റെ വെക്കേഷനിൽ നിന്ന് നീ എപ്പോഴാണ് തിരിച്ചെത്തുന്നത്? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലെ ഒരു ടൈമിനെ പറ്റി ചോദിക്കുകയാണ്. വെൻ വിൽ യു ഗെറ്റ് ബാക്ക് ഫ്രം യുവർ വെക്കേഷൻ? നെക്സ്റ്റ്, വെൻ ഡിഡ് യു ഗെറ്റ് ബാക്ക് ഫ്രം ഹവായി? ഹവായിൽ നിന്ന് നീ എപ്പോഴാണ് തിരിച്ചെത്തിയത്? പാസ്റ്റ് ആണ്. വെൻ ഡിഡ് യു ഗെറ്റ് ബാക്ക് ഫ്രം ഹവായി? നെക്സ്റ്റ്, വെൻ ആർ യു ഗോണ ഗെറ്റ് ബാക്ക് ഫ്രം യുവർ ട്രിപ്പ്? നിൻ്റെ ട്രിപ്പിൽ നിന്ന് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? വെൻ ആർ യു ഗോണ ഗെറ്റ് ബാക്ക് ഫ്രം യുവർ ട്രിപ്പ്? ഇവിടെ ഗോണ എന്നുള്ളത് ഗോയിങ് ടു ആണ്. വെൻ ആർ യു ഗോണ ഗെറ്റ് ബാക്ക് ഫ്രം യുവർ ട്രിപ്പ്? നെക്സ്റ്റ്, വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ബാക്ക് ലാസ്റ്റ് നൈറ്റ്? ലാസ്റ്റ് നൈറ്റിൽ നീ എപ്പോഴാണ് തിരിച്ചെത്തിയത്? വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ബാക്ക് ലാസ്റ്റ് നൈറ്റ്? ലാസ്റ്റ് നൈറ്റ് ഐ ഗോട്ട് ബാക്ക് ഹോം അറ്റ് 10 PM. 10 മണിക്കാണ് ഞാൻ രാത്രിയിൽ തിരിച്ചെത്തിയത്. ലാസ്റ്റ് നൈറ്റ് ഐ ഗോട്ട് ബാക്ക് ഹോം അറ്റ് 10 PM. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹോമിൻ്റെ മുന്നിൽ പ്രിപ്പോസിഷൻ ടു ആഡ് ചെയ്തിട്ടില്ല. അത് ഹോമിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, ഇഫ് യു ഗെറ്റ് ബാക്ക് ഇൻ ടൈം, നീ കൃത്യസമയത്ത് തിരിച്ചു വരികയാണെങ്കിൽ യു ക്യാൻ കം വിത്ത് അസ്, നിനക്ക് ഞങ്ങളോട് വരുവാനായിട്ട് സാധിക്കും. യു ക്യാൻ കം വിത്ത് അസ്. നെക്സ്റ്റ്, ഗിവ് മി എ കാൾ വെൻ യു ഗെറ്റ് ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ ഒന്ന് വിളിക്കൂ. ഗിവ് മി എ കാൾ വെൻ യു ഗെറ്റ് ബാക്ക്. നെക്സ്റ്റ്, യു വിൽ ഗെറ്റ് യുവർ ഡിപ്പോസിറ്റ് ബാക്ക് വെൻ യു റിട്ടേൺ ദ കീസ്. താങ്കൾ കീസ് റിട്ടേൺ ചെയ്യുമ്പോൾ താങ്കളുടെ ഡിപ്പോസിറ്റ് തിരിച്ചു വരുന്നതായിരിക്കും. യു വിൽ ഗെറ്റ് യുവർ ഡിപ്പോസിറ്റ് ബാക്ക് വെൻ യു റിട്ടേൺ ദ കീസ്. നെക്സ്റ്റ്, ഡിഡ് യു ഗെറ്റ് യുവർ ബുക്സ് ബാക്ക്? താങ്കളുടെ ബുക്കുകൾ തിരിച്ചു കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് യുവർ ബുക്സ് ബാക്ക്? യെസ്, അതെ കിട്ടി. ഐ ഗോട്ട് മൈ ബുക്സ് ബാക്ക്. എനിക്ക് എൻ്റെ ബുക്കുകൾ തിരിച്ചു കിട്ടി. ഐ ഗോട്ട് മൈ ബുക്സ് ബാക്ക്. നെക്സ്റ്റ്, നോ, ഇല്ല. ഐ ഹാവ് ഇറ്റ് ഗോട്ടൺ മൈ ബുക്സ് ബാക്ക് യെറ്റ്. ഇതുവരെയായിട്ടും എൻ്റെ ബുക്കുകൾ തിരിച്ചു കിട്ടിയിട്ടില്ല. നോ, ഐ ഹാവ് ഇറ്റ് ഗോട്ടൺ മൈ ബുക്സ് ബാക്ക് യെറ്റ്. നെക്സ്റ്റ്, ഡിഡ് യു ഗെറ്റ് ബാക്ക് ദ ബുക്ക് യു ലെൻഡ് ടു യുവർ ഫ്രണ്ട്? നിൻ്റെ സുഹൃത്തിന് നീ കൊടുത്ത ബുക്ക് നിനക്ക് തിരിച്ചു കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ബാക്ക് ദ ബുക്ക് യു ലെൻഡ് ടു യുവർ ഫ്രണ്ട്? നോ, ഇല്ല. ഐ ഹാവ് ഇൻ ഗോട്ടൺ ഇറ്റ് ബാക്ക് യെറ്റ്. എനിക്ക് ഇതുവരെയായിട്ടും അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഐ ഹാവ് ഇൻ ഗോട്ടൺ ഇറ്റ് ബാക്ക് യെറ്റ്.